അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൊച്ചി പള്ളിരുത്തി സെന്റ് മേരീസ് റീത്ത സ്കൂളിലെ ഹിജാബ് ധരിച്ചെത്തിയ സ്കൂൾ വിദ്യാർത്ഥിയെ തടഞ്ഞത് വലിയ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഏതായാലും അവസാനം തട്ടമിട്ടാൽ അല്ലെങ്കിൽ മുഖമക്കന ധരിച്ചാൽ മറ്റു കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടാകും, പേടിയുണ്ടാകുമെന്നും ആ പ്രിൻസിപ്പൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർത്താൻ തീരുമാനിച്ച ആ രക്ഷിതാവിനും കുടുംബത്തിനും ഒരുപാട് അഭിനന്ദനമുണ്ട്. കാരണം ഹൈബി ഈഡൻ പറഞ്ഞത് പ്രകാരം സ്വന്തം മതവിശ്വാസത്തെ മാറ്റിവെച്ചുകൊണ്ട് ആ സ്കൂളിൽ തന്നെ തുടരാൻ അവർ തീരുമാനിച്ചില്ലല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിലില്ലല്ലോ. ഇഷ്ടംപോലെ സ്കൂളുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വന്തം മതവിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യം ഈ കേരളത്തിൽ ഒരാൾക്കുമില്ല. അതുകൊണ്ട് ഉചിതമായ ഒരു തീരുമാനം എടുത്തതിന് ആദ്യമായിട്ട് ആ പിതാവിനെയും കുടുംബത്തെയും അഭിനന്ദിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. ഈ വാർത്ത കാണുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ കേരളത്തിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹിജാബ് എന്നൊക്കെ കേൾക്കുമ്പോൾ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രമായിരിക്കുമെന്നായിരിക്കും ആദ്യ സമയത്തൊക്കെ പലരും തെറ്റിദ്ധരിച്ചത്. എന്നാൽ പിന്നീട് അതെല്ലാവർക്കും മനസ്സിലായി, കേവലം ഒരു തട്ടം മാത്രമാണ്. സാധാരണ നമ്മുടെ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ ധരിച്ചു പോകാറുള്ള മുഖമക്കന മാത്രമാണ്. അതിട്ടതിൻ്റെ പേരിലാണ് ആ കുട്ടിയെ പുറത്തു നിർത്തിയതും ക്ലാസ്സിൽ കയറ്റാൻ അനുവദിക്കാതിരുന്നതും. ആ ഒരു മുഖമക്കന ധരിച്ചതിൻ്റെ പേരിലാണ് ഇതൊരു വലിയ വിവാദമാക്കിയത്. ഈ മുഖമക്കന ധരിച്ചതിൻ്റെ പേരിൽ ആ സ്കൂളിൻ്റെ യൂണിഫോമിനെതിരാണ്, അവിടുത്തെ നിയമങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ആ സ്കൂൾ പ്രിൻസിപ്പൽ ധരിച്ചിട്ടുള്ളതോ, അതും ശരീരം മുഴുവൻ മറക്കുന്ന, തലമുടി പുറത്ത് കാണാത്ത, മുഖം മാത്രം കാണിക്കുന്ന മുഖമക്കന തന്നെയല്ലേ, ഹിജാബ് തന്നെയല്ലേ. ഏതായാലും അതൊക്കെ നമ്മൾ പല പല വീഡിയോകളിലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഞാൻ അത്രയും കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം നമുക്കറിയാം, കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മുസ്ലിം കുട്ടികളാണെങ്കിൽ തട്ടമിടാറുണ്ട്, ചിലർ മുഖമക്കന ധരിക്കാറുണ്ട്. അതിനൊന്നും ഇവിടെ ആരും തടസ്സം നിന്നിട്ടില്ല. ഈ സംഘപരിവാറുകാരും ഖാസക്കാരും ഇങ്ങനെ ചില വർഗീയ വിഷയങ്ങൾ ഇടയ്ക്ക് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും, ചില വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കേരളീയ ജനത അതൊന്നും ശ്രദ്ധിക്കാറേയില്ല. അവർക്ക് പഴയ കാലങ്ങളെ പോലെ തന്നെ മുസ്ലിം കുട്ടികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ടുള്ള വേഷം ധരിക്കും, ഹിന്ദു കുട്ടികൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വേഷം ധരിക്കും, ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വേഷം ധരിക്കും. അതിനാരും തടസ്സം നിൽക്കാറില്ല. അതിന് ഈ പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ പോലും ആരും തടസ്സം നിൽക്കാറില്ല. എനിക്കറിയാം, ഇഷ്ടംപോലെ മുസ്ലിം സ്കൂളുകൾ, മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇഷ്ടംപോലെ സ്കൂളുകൾ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഉണ്ട്. അവിടെ ശബരിമല കാലമായാൽ ഹൈന്ദവരായ കുട്ടികൾ, ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ അവരുടെ കറുത്ത വസ്ത്രം അണിഞ്ഞു വരും. എന്നാൽ അത് ആരും തടയാറില്ല. അതിനോട് ഒരു ബഹുമാനമാണ് മറ്റുള്ള കുട്ടികൾ കാണിക്കാറുള്ളത്. അത് കേരളത്തിന്റെ ഒരു മതസാഹോദര്യത്തിന്റെ പശ്ചാത്തലമാണ്. ആ സ്കൂളിൽ ഏതെങ്കിലും യൂണിഫോം ഉണ്ടെന്ന് കരുതിയിട്ട് ആ വസ്ത്രത്തെ ആരും തടയാറില്ല. നല്ല സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ് ശബരിമലക്ക് പോകുന്ന കുട്ടികൾ ആ സമയത്ത് കറുത്ത വസ്ത്രം ധരിക്കാറുള്ളത്. ആർക്കും അതൊരു ബുദ്ധിമുട്ടോ ഒരു അസ്വസ്ഥതയോ ഉണ്ടാക്കാറില്ല. ഇതൊക്കെ സംഘപരിവാറിന് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുക, വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഇത്തരം വിവാദങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ കുട്ടി അങ്ങനെ ഒരു മുഖമക്കന ധരിച്ചത് കൊണ്ട് ഏതെങ്കിലും കുട്ടി പരാതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടികൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, പേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്? വെറുതെ പറയല്ലേ ഇവരെ. ഇത് സർവ്വസാധാരണമായിട്ട് കേരളത്തിൽ കാണുന്നതല്ലേ. അപ്പൊ ഇത് സംഘപരിവാറിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കുക, വർഗീയ ചേരിതിരിവുണ്ടാക്കി ഇവിടെ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അതിന് ഒത്താശ ചെയ്യുന്നത് ഈ കർത്താവിന്റെ മണവാട്ടിമാരെന്നൊക്കെ അറിയുമ്പോൾ വലിയ വിഷമമുണ്ട്. അവരോട് വലിയ ആദരവുണ്ടായിരുന്നു നമുക്കൊക്കെ. അതേപോലെ തന്നെ പള്ളിയിലച്ചന്മാർ, ലോഹയിട്ട പള്ളിയിലച്ചന്മാരെ കാണുമ്പോൾ നമുക്ക് വലിയ ആദരവുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ആ ആദരവൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവരെങ്ങനെയാണ് ഇവരെ മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് എന്നൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. ഇത്ര കാലമായിട്ടും ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല, എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടി മുഖമക്കന ധരിച്ചത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ശബരിമലക്ക് പോകാൻ വേണ്ടി അവർ കറുത്ത വസ്ത്രം ധരിക്കുമ്പോൾ
അതല്ലെങ്കിൽ കന്യാസ്ത്രീ വേഷത്തിന് വരുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നെന്ന് ഒരു കുട്ടിയും ഇതുവരെ കേരളത്തിൽ പറഞ്ഞിട്ടില്ല. ആ സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ തിട്ടൂരത്തെ അനുകൂലിച്ച ആളുകൾ ചിന്തിക്കണം. അവർ ചിന്തിക്കുന്നത് പോലെ കേരളത്തിലെ മുഴുവൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ചിന്തിച്ചാൽ എത്ര വലിയ പ്രശ്നമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഹിന്ദുക്കൾ ചിന്തിക്കുകയാണ് അവരുടെ സ്ഥാപനത്തിൽ ഇനി ക്രിസ്തുമത വേഷം ധരിച്ചുകൊണ്ട് ഒരു കുട്ടിയും വരണ്ട. മുസ്ലിങ്ങൾ ചിന്തിക്കുകയാണ് മുസ്ലിം വേഷമല്ലാത്ത മറ്റു മതസ്ഥരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇനി തങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടും വരണ്ട. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ കൃത്യമായ നിബന്ധന വെച്ചുകൊണ്ട് മറ്റു വേഷം ധരിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഒരു വർഗീയ കലാപ ഭൂമിയാവൂലേ കേരളം. അപ്പൊ അങ്ങനൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും നല്ല മതസാഹോദര്യത്തിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കലാലയങ്ങളിലടക്കം സ്കൂളുകളാകുമ്പോൾ അവിടെ എല്ലാ വിഭാഗത്തിലെ കുട്ടികളും പഠിക്കുന്നുണ്ടാവും. കാരണം ഒരുപാട് മതവിശ്വാസങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പൊ അവിടെ എല്ലാ മതവിശ്വാസികളും പഠിക്കുന്നുണ്ടാവും. അവരുടെ വിശ്വാസത്തെ ഹനിക്കാത്ത രീതിയിൽ വേണം അവിടെ നിയമങ്ങൾ ഇറക്കാൻ. നിയമങ്ങൾ ഇറക്കുമ്പോൾ ഭരണഘടനയ്ക്ക് അതൊരിക്കലും വിരുദ്ധമാവാൻ പാടില്ല. ആ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അവിടുത്തെ ഒരു കുട്ടിക്കും അവരുടെ വിശ്വാസത്തെ ഹനിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ആ സ്കൂളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചില വർഗീയ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളുടേതല്ലാത്ത ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് സ്കൂൾ യൂണിഫോമിന്റെ പേര് പറഞ്ഞുകൊണ്ട് തടയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ തടഞ്ഞാൽ അത് ഭരണഘടനാ ലംഘനമാണ്, രാജ്യദ്രോഹമാണ്. അവർക്കെതിരെ കേസെടുക്കേണ്ടത് അനിവാര്യമാണ്. ഒരു കൂട്ടർ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ മതങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. എത്ര വിരോധാഭാസമാണത്. മുമ്പ് ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഇപ്പൊ കേരളത്തിലാണല്ലോ കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ചാനലുകാർക്കും അതിൽ മുഖ്യ പങ്കുണ്ട് എന്ന കാര്യം മറച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല. ഇത്തരം വർഗീയ വിദ്വേഷങ്ങൾക്ക് ആരാണ് തിരക്കഥ എഴുതുന്നതെന്നും അതിന് പിന്നിൽ കളിക്കുന്നത് ആരാണെന്നൊക്കെ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ചില ആളുകൾ മുസ്ലിം വിരോധം കാരണം എവിടെയാണ് നീതി, ആരുടെ ഭാഗത്താണ് നീതി എന്ന് നോക്കാതെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ വലിയ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ വലിയ സങ്കടമുണ്ട്. ഏത് തരത്തിലേക്കാണ് ഇവർ കേരളത്തെ കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്. മുമ്പ് ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയ കുട്ടികൾ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ ഓണം ആഘോഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ വോയിസ് ഇട്ട ഒരു സ്ത്രീക്ക് എത്ര വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കാർ നടപടിയെടുത്തു, ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ അത്തരത്തിൽ വല്ല സംഭവങ്ങൾ ഉണ്ടായോ? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആ സ്കൂളിലേക്ക് ആരും മാർച്ച് നടത്തിയിട്ടില്ല. അന്ന് ആ അധ്യാപിക നടത്തിയത് മറ്റു മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു വോയിസും ആയിരുന്നില്ല, ഒരു പ്രശ്നം അതിലുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രിൻസിപ്പാൾ എടുത്തിട്ടുള്ളത് മറ്റു മതവിശ്വാസികളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും അവിടെ എടുത്ത നടപടിയും ആ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള വിവേചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് സകല ചാനലുകാരും ആ അധ്യാപികക്കെതിരെ ഉറഞ്ഞു തള്ളിയിരുന്നു. എത്ര ചർച്ചയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ചില മാധ്യമങ്ങൾ മാത്രമാണ് സ്കൂളിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലും ന്യൂസ് 18 ചാനലും ഒക്കെ ആ സ്ഥാപനത്തിന്റെ നടപടിയെ അനുകൂലിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവരൊക്കെ സംഘപരിവാറിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതെന്ന് സംശയിച്ചു പോവുകയാണ്. സത്യത്തിൽ ഈ കന്യാസ്ത്രീ എടുത്ത നിലപാടല്ലേ മതസ്പർദ്ധ വളർത്തുന്ന കാര്യം. അതുകൊണ്ടല്ലേ കേരളത്തിൽ മുഴുവൻ ഇത് വിവാദമായതും ചർച്ചയായതും. എന്നിട്ടും ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ലല്ലോ. ഇത് എന്ത് നിലപാടാണ്? ഒരു വിഭാഗത്തിൽ നിന്നും മതസ്പർദ്ധ ഒന്നും ഇല്ലാത്ത ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും നടപടി സ്വീകരിക്കുന്നു. മറ്റൊരു വിഭാഗത്തിൽ നിന്നും കൃത്യമായ മതസ്പർദ്ധ ഉണ്ടായിട്ട് പോലും നടപടി സ്വീകരിക്കുന്നില്ല. ഇരട്ട നീതിയല്ല ഇത്. ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ വിശ്വാസവും സംസ്കാരവും അനുസരിച്ച് പഠനം നടത്താൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സ്കൂൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ എത്ര അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്. മറ്റു മതവിഭാഗത്തിൽപ്പെട്ട സ്കൂളുകൾ വിദ്യാഭ്യാസത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ വിശ്വാസങ്ങളെ ഹനിക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്.
ഈ അടുത്ത കാലത്ത് മാത്രം സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് അതൊക്കെയും. ഇവിടെ ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ എന്ന ഒരു മഹാപണ്ഡിതനുണ്ടല്ലോ കേരളത്തില്, അദ്ദേഹം പറഞ്ഞത് ഈ തട്ടമിടലൊന്നും മുസ്ലിങ്ങൾക്ക് അത്ര അനിവാര്യമായ കാര്യമല്ല. മുസ്ലിങ്ങൾക്ക് അനിവാര്യമായ കാര്യം എന്നുള്ളത് അത് 5 ഇസ്ലാം കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും മുസ്ലിങ്ങൾക്ക് അനിവാര്യ കാര്യമല്ല. അതായത് ERPയിൽ പെട്ടതല്ല എന്ന്. ERP എന്ന് പറഞ്ഞ കോടതിയുടെ ഒരു നിയമത്തിൽ വരുന്ന എസെൻഷ്യൽ റിലീജിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ്. അതിൽപ്പെട്ട കാര്യങ്ങളല്ല ഏത് ഈ 5 ഇസ്ലാം കാര്യമല്ലാത്ത മറ്റൊന്നും എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും, അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ERP. മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4-മത്തേത്. 5-മത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. അല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കർണാടകത്തിലെ ആ വലിയ അന്തിമ വിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട്. ശ്രീത്, എന്തൊരു വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്. ഒരു ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണ്ടേ? ഇതൊന്ന് ആരോടും ചോദിച്ചിട്ട് ഇങ്ങ് വരേണ്ടത്. മുസ്ലിങ്ങൾക്ക് ഈ 5 കാര്യം മാത്രമാണോ അനിവാര്യമായത്? അപ്പൊ ഇവിടെ കേരളീയ മുസ്ലിങ്ങൾ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അത് ഇസ്ലാമിൽ പറഞ്ഞ കാര്യമല്ലേ, അനിവാര്യമായ കാര്യമല്ലേ? കുറെ കാലങ്ങളായിട്ട് ഇയാൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഒന്ന് ചോദിച്ചൂടെ? നിങ്ങളിപ്പോ ചെയ്യുന്നത് അനിവാര്യമായ കാര്യമാണെന്ന് ചോദിച്ചൂടെ? അങ്ങനെ ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാനൽ ചർച്ചയ്ക്ക് വന്നൂടെ? ഏത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും മതി, ഈ 5 ഇസ്ലാം കാര്യമല്ലാത്ത മറ്റൊന്നും നിങ്ങൾക്ക് അനിവാര്യമല്ലേ എന്നുള്ളത്, നിർബന്ധമല്ലേ എന്നുള്ളത് അവര് പറഞ്ഞു തരും. ആരാണ് ഇയാളുടെ ഈ വിഡ്ഢിത്തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? ഇയാൾ ഈ വിഡ്ഢിത്തങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മോളി കേട്ടുകൊണ്ട് അയാളോടൊപ്പം നിൽക്കുന്ന ആ അവതാരകനുണ്ടല്ലോ, അയാൾ പിന്നെ മുസ്ലിം വിരോധം മാത്രമേ പറയാറുള്ളൂ. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ചർച്ച കാണുന്നതാണ്. ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ചാനലുകാരാണ് ന്യൂസ് 18 ഒക്കെ. അപ്പൊ അവർക്ക് പിന്നെ മുസ്ലിം വിരോധം മാത്രമല്ല പറയാൻ പറ്റുള്ളൂ, എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ഇസ്ലാമിനെതിരെയാണോ എന്ന് അവർക്ക് കൂടെ നിൽക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രീജിത്ത് പണിക്കർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ. ഇനി ഇത്തരം ആന മണ്ടത്തരങ്ങൾ പറയരുത്. ഒരാൾക്ക് പരിപൂർണ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ ഇസ്ലാം പറയുന്ന 5 ക്രമീകരണങ്ങളുണ്ട്, 5 രീതികളുണ്ട്. ആ രീതിയിലാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. അതിലൊന്ന് നിർബന്ധമായിട്ടും അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് 5 ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളത്. അതാണ് ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞ ആ 5 കാര്യങ്ങൾ. അതൊരു നിലക്കും ഉപേക്ഷിക്കാൻ പാടില്ല. കൃത്യമായ കാരണങ്ങളില്ലാതെ ഒരു നിലക്കും ഉപേക്ഷിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. മറ്റൊന്ന്, രണ്ടാമത്തത്, ചില കാര്യങ്ങൾ മുസ്ലിമിന് വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല, ആവശ്യമെങ്കിൽ ചെയ്യാം. ചെയ്താൽ വലിയ പുണ്യം കിട്ടും, വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രണ്ടാമത്. മൂന്നാമത്തേത് നിർബന്ധമായിട്ടും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മുസ്ലിം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ തന്നെ പാടില്ല. അത്തരം കാര്യങ്ങളാണ് മൂന്നാമത്തേത്. അതിൽ പെട്ടതാണ് ഹിജാബ് എന്നുള്ളത്. ഒരു മുസ്ലിം സ്ത്രീകളോട് ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്, ഔറത്ത് വെളിവാക്കാൻ പാടില്ല എന്നുള്ളത്. തലമുടി സ്ത്രീകൾക്ക് ഔറത്താണ്. അപ്പൊ തലമുടി പുറത്ത് കാണിക്കാൻ പാടില്ല. തലമുടി പുറത്ത് കാണിക്കുന്നത്, ഔറത്ത് വെളിവാക്കുന്നത് അവരുടെ ജീവിതത്തിൽ പാടെ ഉപേക്ഷിക്കണം, അത് നിർബന്ധമാണ്. അപ്പോ ഹിജാബ് ധരിക്കേണ്ടി വരും. അപ്പൊ ഈ മൂന്നാമത്തെ കാര്യത്തിൽ പെട്ടതാണ് ഹിജാബ് എന്നുള്ളത്. അതുമാത്രമല്ല, മദ്യപാനം പാടില്ല, വ്യഭിചാരം പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല, മറ്റൊരാളെ ചീത്ത പറയാൻ പാടില്ല. ഇതൊക്കെ ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യങ്ങളാണ്. അവന്റെ ജീവിതത്തിൽ നിന്നും പടയെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം മൂന്നാമത്തെ ആ ഒരു രീതിയിൽ പെട്ടതാണ്. ഇനി കോടതി പറഞ്ഞ ഈ ERPയിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും മുസ്ലിമിന് ചെയ്യാൻ പാടില്ല, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നാലാമത്തേത് എന്താണ്? ഒരു മുസ്ലിമിന് വേണമെങ്കിൽ ചെയ്യാം.
എന്നാൽ ചെയ്യാതിരിക്കലാണ് നല്ലത്. അത് ചെയ്തു എന്ന് കരുതി അവന് പ്രത്യേകിച്ച് കുറ്റമോ ശിക്ഷയോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ചെയ്യാതിരുന്നാലോ അത് അവന് വലിയ പുണ്യമാണ്, നേട്ടമാണ്. അതിൻ്റെ പേരിൽ പ്രതിഫലം അവന് കിട്ടും. അതാണ് 4ാമത്തെ കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ അതത്ര നല്ലതല്ല. എന്നാൽ അത് ഒഴിവാക്കിയാൽ അവന് പുണ്യം കിട്ടും ചെയ്യും. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത്, വലത്തെ ഭാഗത്തേക്ക് തുപ്പുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശദീകരിക്കുന്നില്ല. ഇനി 5ാമത്തെ കാര്യം എന്താണ്? ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് അവന് നേട്ടമൊന്നും ഉണ്ടാവില്ല. ചെയ്തത് കൊണ്ട് അവന് പാരത്രികമായിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അത് ഒഴിവാക്കിയത് കൊണ്ടോ പ്രത്യേകിച്ച് ശിക്ഷയോ കുറ്റമോ ഒന്നും ഉണ്ടാവില്ല. ഹലാൽ എന്ന് അതിന് പറയാം. ചെയ്താലും ചെയ്തില്ലേലും കുഴപ്പമില്ലാത്ത കാര്യം. ഇങ്ങനെ ഈ 5 രീതിയിലാണ് മുസ്ലിമുകൾ അവന്റെ കർമ്മങ്ങൾ ക്രമീകരിക്കേണ്ടത്. അപ്പൊ അതിൽ 3ാമത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ പെട്ടതാണ് ഹിജാബ് എന്ന് പറയുന്നത്. അതല്ലാതെ കേവലം 5 ഇസ്ലാം കാര്യങ്ങൾ മാത്രം അല്ല ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഈ ഒരു വിവാദം അത് കേരളമൊട്ടാതെ കത്തിപ്പടർന്നതിലും അതിങ്ങനെ കത്തിച്ച് നിർത്തുന്നതിലും നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് ഈ വിവാദം മാത്രമല്ല, എല്ലാ വിവാദത്തിലും അവര് തന്നെയാണ് ഇതിങ്ങനെ കത്തിച്ച് നിർത്തുന്നത്. ഇതിങ്ങനെ നിരന്തരമായിട്ട് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അവര് തന്നെയാണ്. എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ഏത് പച്ചക്കള്ളം പറയും അയാള്. ഈ ഹിജാബ് വിവാദത്തിലും ആ പിതാവിനെയും കുടുംബത്തെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി എന്താ വ്യാജ പ്രചരണങ്ങളാണ് ഇയാൾ നടത്തിയത്. അതിരാവിലെ തന്നെ ആ അരുൺകുമാർ എന്ന മുസ്ലിം വിരോധി പറയുന്നത് ആ പിതാവ് ആ കുട്ടിക്ക് ഇതിനു മുമ്പും ഒരുപാട് സ്കൂളിൽ നിന്ന് TC വാങ്ങി പോന്നിട്ടുണ്ട്, ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. ആ കുട്ടിയെയും കുടുംബത്തെയും കുറ്റപ്പെടുത്താൻ, പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന കാര്യമാണത്. ആ കുടുംബത്തെ മാനസികമായി പീഡിപ്പിക്കാനും ഈ കേരളീയ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റുകാരാക്കാനും വേണ്ടിയിട്ട് ഡോക്ടർ അരുൺകുമാർ എന്ന മുസ്ലിം വിരോധി ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഞാൻ ആ വീഡിയോ നോക്കുമ്പോൾ ആ ചാനൽ കാണുന്നില്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട് അവര്, അത് മുക്കിയിട്ടുണ്ട്. അതിന് കാരണം ഈ കുട്ടിയുടെ പിതാവിന്റെ അഡ്വക്കേറ്റ് വന്നുകൊണ്ട് അത് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് മുക്കിയതാണ്. ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു മത ഭ്രാന്തുള്ള ആളാണ്, അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഏതായാലും മാധ്യമങ്ങളുടെ ഇത്തരം ചില വ്യാജ പ്രചരണങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ എല്ലാം നീണ്ടു പോകുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കണം. അത് ഗവൺമെന്റ് സ്കൂളാണെങ്കിലും കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ സ്കൂളിൽ ചേർക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ മക്കൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ഒക്കെ ഇല്ലാതാക്കി പോകുന്നുണ്ടോ, നിങ്ങളുടെ മക്കളുടെ സ്വഭാവ ദൂഷ്യത്തിനും നിങ്ങളുടെ മക്കളുടെ നാശത്തിനും ആ സ്കൂൾ കാരണമാകുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു സ്കൂളിൽ നിങ്ങളുടെ മക്കളെ ചേർത്താൻ പാടുള്ളൂ. കാരണം ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വലുതാണ്, നിങ്ങളുടെ സംസ്കാരവും ഈ നാട്ടിലെ പൈതൃകവും സൗഹാർദ്ദവും ഒക്കെ നമുക്ക് വലുതാണ്. ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്കൂൾ ഏതാണോ അതാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അത്തരം കാര്യങ്ങളിൽ വലിയ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, വലിയ വിദ്യാഭ്യാസം നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു രീതിയിൽ ഇല്ലാത്ത പണം കടം മേടിച്ചുകൊണ്ട് അത്തരം സ്കൂളിൽ നമ്മൾ കൊണ്ടു ചേർക്കരുത്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്, ഈ നാടിൻ്റെ സമാധാനം നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.